ശ്രീ വത്സൻ തില്ലങ്കേരി, കേന്ദ്ര ഇന്റലിജൻസിന്റെ നിർദ്ദേശം കൃത്യമായി മെക്സവനെ കുറിച്ച് ഉണ്ടായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് പുറത്തു വരുന്ന ദിവസം തന്നെ ജനയുഗത്തിന്റെ മുഖപ്രസംഗം താങ്കൾ വായിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. വ്യായാമത്തിന് എന്ത് ജാതിയും മതവും എന്നാണ്. പക്ഷേ ഈ മെക്സവന്റെ പ്രവർത്തനം നിരീക്ഷിക്കണം എന്ന കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്തെങ്കിലും കാരണം അതിൽ ഉണ്ട് എന്നുള്ളത് തീവ്രവാദ ശക്തികൾക്ക് വളരാൻ അവസരം ഒരുക്കുന്നു എന്ന കാര്യം വ്യക്തമാവുകയാണ് സർക്കാരിന്റെ ഈ നിലപാടിലൂടെ. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആ നിരോധനം അതിജീവിക്കാൻ വേണ്ടി പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തി വരുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ നിരവധി വ്യായാമ കൂട്ടായ്മകൾ അവർ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു, പരാതികളുണ്ടായി. ഇപ്പോൾ മെക്സവനെ സംബന്ധിച്ചിടത്തോളം ആരംഭിച്ചത് എങ്ങനെയാണെങ്കിലും കഴിഞ്ഞ കുറെ വർഷങ്ങളായി അത് പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്നിൽ നിന്നുള്ള സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, നിരോധിക്കുന്നതിന് മുമ്പ്, അവർ മുന്നിൽ നിന്ന് തന്നെ സ്ഥലത്തും ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തതായി തെളിവുണ്ട്. പക്ഷെ പ്രശ്നം, അവരാദ്യം തന്നെ ഈ മുസ്ലിം രാഷ്ട്രീയത്തിലെ പ്രമുഖന്മാരായ ആളുകളെ വശത്താക്കുകയും അങ്ങനെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും അതുപോലുള്ള CPM-ന്റെ ഉൾപ്പെടെയുള്ള മുസ്ലിം നേതാക്കളെ ഇതിൽ പങ്കാളികളാക്കുകയും ചെയ്തിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അവര് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് മുഖം മൂടിയിട്ടുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നത്. അവർ പറയാനുള്ള കാര്യങ്ങൾ പച്ചക്ക് പറയാറില്ല. അവര് ആവരണങ്ങൾ ഇട്ടുകൊണ്ടാണ് പ്രവർത്തിക്കാറുള്ളത്. മനുഷ്യാവകാശ സംഘടനകളുടെ രൂപത്തിലും അതുപോലെ കായിക വേദികളുടെ രൂപത്തിലും അതുപോലെ സോൾഡാറ്റ് പോലുള്ള യുവജന സംഘടനകളുടെ പേരിലും പരിസ്ഥിതി പ്രശ്നം ഉന്നയിച്ചുകൊണ്ടും ആദിവാസി പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടും ദളിത് പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അതുപോലെ തന്നെ കായിക പരിശീലനം നടത്തിക്കൊണ്ടുമൊക്കെയാണ് അവർ നടത്താറുള്ളത്. പോപ്പുലർ ഫണ്ട് ഉള്ള സമയത്ത് തന്നെ അവര് ഈ കായിക ദിനങ്ങൾ ആചരിക്കുകയും അതുപോലെ തന്നെ കൂട്ടയോട്ടങ്ങൾ നടത്തുകയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുമായിരുന്നു. അപ്പോൾ അതൊക്കെ അവർക്കൊരു മറയാണ്. വിഷയമായി ഇത് നേരത്തെ ഈ കാര്യം കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ ഈ കാര്യം മനസ്സിലാക്കി സംസ്ഥാനത്തിന് ആവശ്യമായി മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സംഭവിക്കുന്നതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കേരളം എല്ലാ കാലത്തും ഭീകരവാദികളുടെ കേന്ദ്രമായിരുന്നു. ഭീകര പരിശീലന കേന്ദ്രങ്ങൾ നടന്നിരുന്നു. അവർക്ക് ആവശ്യമായ ബോംബ് നിർമ്മാണം ഉൾപ്പെടെയുള്ള ആളുകളെ കൊല്ലാൻ ഉൾപ്പെടെയുള്ള പരിശീലനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇവിടെ. രാജ്യത്തിന്റെ എവിടെ സ്ഫോടനം നടന്നാലും കൊലപാതകം നടന്നാലും പൊട്ടിത്തെറികൾ നടന്നാലും അതിനൊരു കേരള ബന്ധമുണ്ടായിരുന്നു. കേന്ദ്ര ഏജൻസികൾ വന്ന് ഇവിടെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്താണ്, അന്വേഷണം നടത്തുന്ന സമയത്താണ് ഇവിടുത്തെ ആളുകൾ, ഇവിടുത്തെ പോലീസ്, ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾ ആ കാര്യം അറിയാറുള്ളത്. അതിനു മുമ്പ് എന്തു പരാതി ഉണ്ടായാലും അവരതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല. പോലീസിനെ ഇവിടെ നിർവീര്യമാക്കിയിരിക്കുകയാണ്. ഈ ഇത്രയും 5-8 വർഷക്കാലത്തെ CPM-ന്റെ ഭരണത്തിലും അതിനു മുമ്പത്തെ ഭരണത്തിലാണെങ്കിലും ഭരണകക്ഷികളുടെ നിർലോഭമായ പിന്തുണയിലും അവരുടെ ചിറകിനടിയിലുമാണ് ഈ ഭീകര പ്രസ്ഥാനങ്ങൾ വളർന്നു വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവര് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ളത് അവരുടെ നയമാണ്. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേരത്തെ മോഹൻ മാസ്റ്റർ ഈ കാര്യം അന്ന് അറിയാതെ അങ്ങ് വിളിച്ചു പറഞ്ഞു പോയി. പക്ഷേ CPM എന്ത് ചെയ്തു? മോഹൻ മാസ്റ്റർ ഭീഷണിപ്പെടുത്തി പിൻവലിപ്പിക്കുകയാണ് ചെയ്തത്. എന്താണ് അവർ പറയുന്നത്? ഇപ്പോൾ ജനയുഗത്തിന്റെ മുഖപ്രസംഗം, ആ ജനയുഗത്തിന്റെ മുഖപ്രസംഗത്തിലും അവർ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസാണ് നോക്കേണ്ടത്, അല്ല അന്വേഷണ ഏജൻസികളാണ് നോക്കേണ്ടതെന്ന് പറയും. ഭരണകക്ഷിയുടെ ഒരു മുഖപത്രമാണ് ഈ കാര്യം പറയുന്നത് എന്നത് ഓർക്കണം. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഏജൻസികൾ മുന്നറിയിപ്പ് കൊടുത്തിട്ട് ഇവിടുത്തെ പോലീസ് എന്താണ് ചെയ്തത്? ഭരണകക്ഷിയുടെ CPIക്ക് അതിൽ ഉത്തരവാദിത്വമില്ലേ? അവര് ഈ മെക്സവനെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നുണ്ടല്ലോ. അവരിന്ന് ന്യായീകരിക്കുകയാണ് ചെയ്തത്. അവർക്ക് ആവശ്യത്തിലധികം പ്രശസ്തി ഉണ്ടായിരിക്കുന്നു, അവർ അന്താരാഷ്ട്ര പ്രശസ്തി ഉണ്ടായിരിക്കുന്നു എന്നൊക്കെയാണ് മുഖപ്രസംഗത്തിൽ വളരെ വാചാലമായി വിവരിക്കുന്നത്. അതിൽ ഇടപെട്ട മതശക്തികളെയും അതുപോലെ തന്നെ രാഷ്ട്രീയ ശക്തികളെയും എതിർക്കുന്നു. ഇതൊക്കെ BJPയെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് പറയുകയാണ്. എല്ലാത്തിനും BJPയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, BJPയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ പ്രവർത്തനങ്ങൾക്കും അരുനിൽക്കുകയും പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഇവിടെ ഇടതും വലതുമുള്ള ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ഇത് ഭീകര ശക്തികൾ അവരെ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ, ദേശീയ വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ നിരോധിക്കപ്പെട്ടുവെങ്കിലും അവർക്ക് തലങ്ങും വിലങ്ങും പ്രവർത്തിക്കാനുള്ള, മുഖം മൂടിയിട്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള എല്ലാ വാതാവരണവും ഇവിടെ ഒരുക്കപ്പെടുന്നു. എല്ലാ പിന്തുണയും ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്നു, മാധ്യമങ്ങൾ പോലും നൽകുന്നു എന്നുള്ളതാണ്
ഇതിൽ നിന്നും മനസ്സിലാവുന്നത്. നേരത്തെ തന്നെ ഈ പ്രശ്നം ചർച്ചയ്ക്ക് വന്ന സമയത്ത് എന്താണ് ഇവിടുത്തെ ഒരു വിഭാഗം മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങൾ എടുത്ത നിലപാടെന്താണ്? അവര് ഈ പ്രവർത്തനത്തെ പിന്തുണക്കുന്ന നിലപാടാണ് നിൽക്കുന്നത്. അവര് ഇതിന്റെ ആപത്ത് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇതിന്റെ ഭീഷണി എന്താണ് എന്ന് മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ഭീകരവാദികൾ അവരുടെ നിരോധനത്തെ മറികടക്കാൻ വേണ്ടി സമൂഹത്തിലെ മിക്കവാറും എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ CPM എന്ന ഈ പ്രശ്നത്തിന്റെ പേരിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി രാജിവെച്ചിട്ട് അയാൾ നടത്തിയ പ്രസ്താവന എന്താണ്? അയാൾ മുസ്ലിമാണ്. ആള് പറഞ്ഞത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് മോഹൻ മാഷ് നടത്തിയെന്നോ. അപ്പോ ഇത് എന്താണ് അവർ പറയുന്ന എല്ലാവരുടേതുമാണ് സംഘടന എന്നാണ്. ഇപ്പോ അവരെന്താണ് പറയുന്നത്? ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നീക്കമാണ് നടത്തുന്നത് എന്നാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നീക്കമാണ് നടത്തുന്നത്, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നീക്കമാണ് നടത്തുന്നത്, മുസ്ലിങ്ങൾ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുന്നത് പറയുമ്പോൾ സംഗതി വ്യക്തമല്ലേ? എല്ലാവരും ഇതിലുണ്ട് എന്ന് പറയുക, പക്ഷെ ഇത് ന്യൂനപക്ഷത്തിൻ്റെത് മാത്രമാണെന്ന് പറയുക, എന്നിട്ട് ഞങ്ങൾ ആക്രമിക്കുന്നു, വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, ഞങ്ങൾക്കെതിരെ പ്രതിഷേധം നടത്തുന്നു, പ്രതിരോധം നടത്തുന്നു എന്ന് പ്രചരിപ്പിക്കുക. അപ്പൊ അതവരുടെ സ്ഥിരം ഏർപ്പാടാണ്. അങ്ങനെ ഈ ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ നടത്തി ന്യൂനപക്ഷങ്ങളുടെ പരിവേഷത്തിന് പുറകിൽ ഒളിക്കുക എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ സ്ഥിരം പരിപാടിയാണ്, ജമാഅത്തെ ഇസ്ലാമികളുടെ സ്ഥിരം ന്യായീകരണമാണ്. അപ്പൊ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികൾ, സംസ്ഥാന പോലീസോ സംസ്ഥാനത്തെ രഹസ്യാന്വേഷണ സംവിധാനങ്ങളോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അതിശക്തമായ അന്വേഷണം നടത്തിയിട്ട് ഇതിന്റെ പുറകിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം.